ഇന്ന് ഏറ്റവും വലിയ വാർത്തയിലെ ശ്രദ്ധാകേന്ദ്രം അഡ്വക്കേറ്റ് ഐഷ പോറ്റിയായിരുന്നു. കൊട്ടാരക്കരയിലെ അഡ്വക്കേറ്റ് ഐഷ പോറ്റി നിരവധി തവണ MLA ആയിട്ടുണ്ട്. ഇന്ന് കുറേ കാലമായി ഇടതുപക്ഷ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകയായി CPM-ന്റെ നേതാവായൊക്കെ പ്രവർത്തിക്കുന്ന ഐഷ പോറ്റി ഇന്ന് UDF-ലേക്ക് ചേക്കേറിയ ദിവസമാണെന്ന്. ഐഷ പോറ്റി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീമതി ഐഷ പോറ്റി. എനിക്ക് തോന്നുന്ന മെസ്സിക്കുട്ടിയമ്മയൊക്കെ വളരെ നിശ്ചിതമായ വാക്കുകളിൽ താങ്കളെ വിമർശിക്കുന്നുണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ ചതിയാണ് താങ്കൾ കാണിച്ചത്. എല്ലാ സൗകര്യങ്ങളും നേടിയിട്ട് അവസാനം LDF-നെ തള്ളിപ്പറഞ്ഞ് UDF-ലേക്ക് താങ്കൾ ചേക്കേറി എന്ന് പറയും. എന്തായിരുന്നു ഇത്തരമൊരു മാറ്റത്തിൻ്റെ ആവശ്യകത ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ? എനിക്ക് കുറച്ചു നാളായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് എന്റെ ഒരു പ്രസൻസ് പാർട്ടിക്ക് ആവശ്യമില്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാല് പാർട്ടിയിൽ പ്രവർത്തിക്കുക, പാർട്ടി പ്രവർത്തനം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കുറെ നാൾ ഞാനൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധിയായി വന്നു. തീർച്ചയായിട്ടും CPM തന്നെയാണ് എന്നെ അങ്ങനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. അതില് ജയിച്ചു വന്നു, പിന്നെ തുടർന്നും ജയിച്ചു വന്നു, ഇവിടം വരെയൊക്കെ ആയി. അതിലൊന്നും എനിക്ക് തർക്കമേ ഇല്ല. അതൊക്കെ ആ പാർട്ടി തന്നെ തന്നാ. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വേണ്ടാന്നൊരു തീരുമാനങ്ങൾ വരുന്നത്. ഒരു പരിപാടിയിൽ പോലും ഞാനും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത എത്രയോ പ്രോഗ്രാമുകൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു നോട്ടീസിൽ പോലും പേരും വയ്ക്കണ്ട. നമ്മളെ ഇത് തുറന്ന് പറയേണ്ടി വന്നത് എന്നെ ഇത്രയും വിമർശിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും ആരോടും പറയാതിരുന്ന, ഒരു പരാതി ആരോടും പറയാതിരുന്ന. അപ്പോൾ തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ട. ഞാൻ എന്റെ ഓഫീസിലേക്ക് അങ്ങ് മാറാനായിട്ട് തീരുമാനിക്കും. പാർട്ടി എല്ലാരും കൂടി വിമർശിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്വയം എനിക്ക് വയ്യ, ആരാന്ന് വെച്ചാൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ പോയതാ. അപ്പോഴും ഒരു കാര്യങ്ങൾ വന്നാൽ ഞാനും കൂടി ഞാനെന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു മെൻഷൻ ഇല്ല. അതുപോലെ അങ്ങ് പോകുന്നു എന്ന് വന്നു കഴിയുമ്പോൾ ഇലക്ഷൻ വർക്കിന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു വരുന്നില്ലാതെ, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം ആയി കഴിയുമ്പോൾ മനുഷ്യർക്ക് ആർക്കാണേലും ഒരു ക്ഷമ നഷ്ടു പോകും. അതാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എന്നെ എല്ലാവരും ഇങ്ങനെ ഓഫീസിലേക്ക് ഒരുങ്ങി പോരുത്, എല്ലായിടത്തും പോകണം, ഇതുപോലെ ജനങ്ങളുടെ കൂടെ ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന അല്ലേന്ന് മുഴുവൻ ആൾക്കാരും എല്ലാ ഭാഗത്തു നിന്നും പറഞ്ഞപ്പോ എനിക്ക് തന്നെ ചിന്ത തോന്നി, ഞാൻ അങ്ങനെ വെറുതെ പുറകോട്ട് പോയി ഇരിക്കേണ്ട ഒരാളല്ലെന്ന്. അപ്പോഴ് നിരവധിയായിട്ടുള്ള ആൾക്കാരെല്ലാം ആ പ്രസ്ഥാനത്തിലോട്ടൊക്കെ ചെല്ലാനും എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇത് എന്തായാലും ഇങ്ങനെയാകാമെന്ന് തീരുമാനിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. ശ്രീമതി ഐഷ പോറ്റി, ഒരു കാര്യം കൂടി, അതായത് താങ്കൾ ഒരുപാട് അവഗണിക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നു. ഇത് ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണോ അതോ പാർട്ടി അപ്പാടെ താങ്കൾ അവഗണിക്കുകയായിരുന്നു? ഈ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമാണോ ഈ രാഷ്ട്രീയ അവഗണന താങ്കൾക്കുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നി തുടങ്ങിയത്? ഈ അവഗണന എന്ന് പറയുമ്പോൾ സ്ഥാനം തരുന്നു എന്നുള്ളത് ഒരിക്കലും അർത്ഥമാക്കുമല്ല. എല്ലാവരും ചോദിക്കും സ്ഥാനം കിട്ടിയിട്ട് പോരായോ എന്ന്. സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ MLA അല്ലാതായപ്പോ ഞാൻ ഫുൾ ടൈം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാ. എനിക്കൊരു വാശിയായിരുന്നു ജയിക്കണം എന്നുള്ളത്. കാരണം എന്നെ പാർട്ടി ഏൽപ്പിച്ച ജോലി എനിക്ക് തിരിച്ചടുത്ത ആളിന്റെ സത്യമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഓവർ വർക്ക് ചെയ്തിരുന്നു ഞാൻ അന്ന്. അതല്ലെങ്കിൽ ചോദിച്ചേ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എല്ലാവരും പറയും അത്. അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ എനിക്ക് മോഹമായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അധികാരം കിട്ടിയിട്ട് തൃപ്തിയായില്ല, പിന്നെ അധികാര മോഹമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ആരും ഒന്നും മോഹത്തിനൊന്നും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. നമുക്കൊരു സ്പേസ് ഇല്ലാന്ന് ഫീൽ ചെയ്താൽ അവിടെ ആരും ഇരിക്കരുതെന്നാണ് എന്റെ പക്ഷം. അത്രേ ഉള്ളൂ, വേറൊന്നും. ഇത് ഇത്രയും പറയേണ്ടി വന്നത് അങ്ങ് കുറെ ആവുമ്പോ മനുഷ്യന്റെ ക്ഷമ നശിച്ചു പോകത്തല്ലേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നു. അഡ്വക്കേറ്റ് ഐഷ പോറ്റി, ഇപ്പോൾ താങ്കളെ നിയമസഭയിലേക്ക് എത്തിച്ചു, കുറേ കാലമായി പാർട്ടി ഒരുപാട് അവസരങ്ങൾ തന്നു. അപ്പോൾ രാഷ്ട്രീയ അവഗണനകൾ നിരന്തരമായി ഉണ്ടായപ്പോൾ താങ്കൾ പാർട്ടിയിലെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നിരുന്നു? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, നോട്ടീസിലൊക്കെ പേര് വെക്കാതെ അവനവന്റെ അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവും. ഈ ഇത്രയും ഇങ്ങനെ മുമ്പേ മേഴ്സി സഖാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഇതൊന്നും പുറത്താരും അറിയുന്നില്ലാത്ത, ഞാൻ ഇതൊന്നും പറയാറില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞു, ഒരു നോട്ടീസിൽ പോലും പേര് വെക്കാതിരിക്കുമ്പോ അത് ആർക്ക് അവനവന് വരുമ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ. അത് ആരോടും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ സ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് എന്തെങ്കിലും എന്റേതായ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പൊതുപ്രവർത്തനത്തിന് ഒരു പ്ലാറ്റ്ഫോം നല്ലതാണെന്ന് എന്നെ 100 കണക്കിന് ആൾക്കാരെ ഉപദേശിച്ചു. കുറച്ചൊക്കെ നമ്മളെല്ലാരും പറയുന്നത് കേൾക്കുമല്ലോ. ഞാൻ സ്റ്റേണായിട്ടിരുന്ന് എനിക്ക് എവിടേക്കും പോണില്ല, എങ്ങും ഒരു കാര്യവും ഇല്ല, ഞാൻ എന്റേതായ രീതിയിലേക്ക് ഇരിക്കുകയാണെന്ന് തന്നെയാണ് വെച്ചത്. അപ്പൊ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ വളരെ സ്നേഹത്തോടെയുള്ള ഉപദേശമുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ വലിയ കാര്യങ്ങൾ അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ,
പക്ഷെ എന്നെ അറിയാവുന്ന മുഴുവൻ പേർക്കും അറിയാം. എത്ര കുറ്റങ്ങൾ പറഞ്ഞാലും ഞാൻ എന്തോ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശ്രീമതി ഐഷ പോറ്റി, ഇത്തരമൊരു രാഷ്ട്രീയ മാറ്റം താങ്കൾ നടപ്പിലാക്കുമ്പോൾ സൈബർ ഇടങ്ങളിൽ പോരാളികൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആക്രമണങ്ങൾ തുടങ്ങിയോ? തീർച്ചയായിട്ടും പറയുമായിരിക്കുമല്ലോ. ഞാനതിനെ കേൾക്കാനേ നിൽക്കുന്നില്ല. കാരണം എന്നെ അറിയുന്ന ജനങ്ങളാണ് ഇത്രയും വർഷമായിട്ട് അവിടെ ഉള്ളത്. എന്ത് അധികാരവും കൊണ്ടാണ് ഞാൻ അവരുടെയൊക്കെ അടുത്ത് നിന്നിട്ടുള്ളതെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. അത്രേ ഉള്ളൂ കാര്യം. ഒരു കാര്യം കൂടി, ഇന്ന് വല്ലാത്തൊരു പ്രഖ്യാപനം കൂടി കേട്ടു. കാര്യം സ്ഥാനാർത്ഥികളെ ഒന്നും ഒരു മണ്ഡലത്തിലും UDF തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും കൊട്ടാരക്കരയിൽ താങ്കൾ മത്സരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു. ഞാൻ പക്ഷെ അത് കേട്ടില്ല. ഞാൻ അവിടെ ചെന്നിട്ടും അപ്പോഴേ ഇങ്ങ് പോന്നായിരുന്നു. ഞാൻ അതൊന്നും പറഞ്ഞു. അല്ല, മത്സരിക്കുവോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മത്സരിക്കുവോ? എനിക്ക് എന്റെ മുമ്പിലുള്ള കാര്യമല്ല അത്. ഞാനതൊന്നും കേട്ടുമില്ല. എന്റെ മുമ്പിലുള്ളതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.